ഭയങ്കര ആവേശത്തിലാണ്. കാരണം ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ സ്നേഹിതനെ ഒരാളെ കിട്ടിയപ്പോൾ പാലാന്തറിന്റെ യുവത്വം എന്ന് പറയുന്നത് ഇതന്നെ. അത് ഇത്രയും കാലം ഇനി ഞങ്ങളെ ദിവസം അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. എങ്ങനെ നോക്കിയാലും ഇസ്മായിൽ, അതായത് നമ്മളെ ഇസ്മായിൽ പാലാന്ത്രയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. UDFന്റെ വാർഡ് 24-ാം വാർഡ് പാലാന്തറ ഞങ്ങളങ്ങോട്ട് എടുക്കല്ല, ഞങ്ങളങ്ങോട്ട് തൂക്കിയാണ് കൊണ്ടുപോകും ഞങ്ങൾ. കാരണം അത്രയും ആവേശം. ജയിച്ചെന്ന് തന്നെ പറയാം. വമ്പം പോലീസ് ഞങ്ങൾ ജയിച്ച് കെടുക്കുകയാണ് ഇപ്പോഴും. ഇനി എണ്ണയാൽ മാത്രം മതി, അത്ര പറയാനുള്ളൂ. പാലാന്തറ എന്ന് പേര് പറയപ്പെട്ട സ്ഥലത്തു നിന്ന് തന്നെ ഞങ്ങൾ UDF സ്ഥാനാർത്ഥിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഇത്രയും കാലം UDFന്റെ ഒരു കോട്ടയായിരുന്നു പാലാന്തറ. അത് എങ്ങനെയായിരുന്നോ ഇത്രയും കാലം നിലനിർത്തിയത്, അതുപോലെ തന്നെ ഇപ്രാവശ്യവും UDFന്റെ സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ വിജയിപ്പിച്ച്. പാലാന്തരയുടെ ചരിത്രം അറിയില്ല, വർത്തമാനവും അറിയാത്ത ആളുകളാണ് ആ പദ്ധതി നടത്തുന്നത്. ജയഹർണർ പഞ്ചായത്തിലെ മാതൃക അംഗൻവാടിയിൽ ഒന്നാണ് ഈ പാലാന്തര സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി. നാളെ വിട്ടുതരികയാണെങ്കിൽ 2 മാസം കൊണ്ട് ഫണ്ട് ഞങ്ങൾ തയ്യാറാണ്. കാരണം ആവശ്യമായ MLA ഫണ്ട് ഇനിയും ഞങ്ങൾ പറയുകയാണ്. ഏത് നിമിഷവും സ്ഥലം വിട്ടു നൽകിയാൽ ആ ഒരു വർഷം കൊണ്ട് തന്നെ അത് റോഡ് ഗതാഗതമാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ പാലാന്തര വാർഡിൽ കുടിവെള്ള പദ്ധതി ഇല്ലാത്ത ഒരു പ്രദേശമില്ല. എല്ലാ പൈപ്പിലും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരുപാട് പിറകിലോട്ടല്ലെങ്കിലും അടുത്തൊരു കാലത്തേക്കെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സന്മൻ സാധ്യം കാണി. പാലാന്തര നിവാസികൾക്ക് UDFനെ അറിയാം. UDFനെ അവർ ഇത്രയും കാലം നെഞ്ചേറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരികെ എക്കാലത്ത് നെഞ്ചേറ്റ് പരിപൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇസ്മായിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു തന്നെ ഈ വാർഡ് നിലനിർത്തുന്ന ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്.